ഈ ചിരിച്ച് കളിച്ച് പോകുന്നതെന്ന് ആരും നോക്കണ്ട. ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ഈ സന്തോഷം എല്ലാം കൈമനത്ത് സ്ഥിതി ചെയ്യുന്ന ബാറ്റ ഷോറൂമിൽ ഞങ്ങൾ ഹസ്ബൻഡിന് ചെരുപ്പ് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയ ടൈമും ഞങ്ങൾ ഇറങ്ങിയ ടൈമും ആകെ അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി. ഇവിടെ ഞങ്ങൾ കയറിയിട്ട് ഹസ്ബൻഡ് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഡിഫറന്റ് കളർ കിട്ടുമോ എന്ന് അറിയാനായിട്ട് ഞങ്ങൾ സ്റ്റാഫിനെ ഒരു 4, 5 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സ്റ്റാഫ് ഞങ്ങൾ വിളിക്കുന്നതായിട്ടോ ഇവിടെ 2 കസ്റ്റമേഴ്സ് ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഭാവം കാണിച്ചിട്ടില്ല. ഞങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു ഞങ്ങൾ ഇനി അദൃശ്യരായിട്ടാണോ ഇവിടെ വന്നിട്ടുള്ളത്. അവരുടെ നിപ്പും ഭാവവും കണ്ടപ്പോൾ തന്നെ ആർക്കായാലും തോന്നിപ്പോവും ഇത്തിരി കസ്റ്റമേഴ്സ് ആരും വരാതിരുന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ഈച്ച അടിച്ചുകൊണ്ടെങ്കിലും ഇരിക്കാമായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 15, 20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ടും ആരും ഒരു മൈൻഡില്ല. അങ്ങനെ ഞങ്ങൾ താഴെ വന്നു ഒരു കംപ്ലൈന്റ് ഉണ്ട്. അത് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കും. അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. ഈ പയ്യെ ഈ നിപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റായി. എന്താണെന്ന് വല്ല സ്റ്റാച്ചു ആണോ എന്ന് ഞങ്ങൾ പോലും ചിന്തിച്ചു. ഒത്തിരി ഷോപ്പുകളിൽ ഷോപ്പിങ്ങിന് കയറിയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ഞങ്ങൾ. ഇതുപോലൊരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ സ്റ്റാഫുകൾ ഇവിടുത്തെ സെയിൽസ് കൂട്ടാനാണോ അതോ പൂട്ടാനാണോ നിൽക്കുന്നത് അറിഞ്ഞില്ല. ഇതുപോലെയുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്ക്. പിന്നെ അവിടെ നിന്ന് സമയം കളയാനായിട്ട് നിന്നിട്ടില്ലായിരുന്നു. നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്റ്റുഡിയോ വരുന്നത്. അപ്പോൾ നേരെ അവിടെ കയറിയിട്ട് ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ ആവശ്യമായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട് 1, 2 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബില്ലടിക്കുക എന്നാണ്. കാരണം നല്ല തിരക്കായിരുന്നു. ബില്ലടിക്കാൻ ടൈം ഞാൻ എപ്പോഴും ഹസ്ബൻഡിനെ വിടാറുള്ളൂ. കാരണം ആ നിൽക്കുന്ന ടൈം ഉണ്ടെങ്കിലേ നമ്മുടെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഐറ്റംസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. അടുത്തതായി നമ്മുടെ മെയിൻ ഐറ്റം ഞം ഞം. ഇവിടെ വന്നിട്ട് ഞങ്ങൾ വടയും ചമ്മന്തിയും ചായയാണ് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ 2 ഐറ്റം ചമ്മന്തി ഉണ്ടായിരുന്നു. മുരിഞ്ഞ വടയിലെ ഈ ചമ്മന്തി ഇട്ട് കുഴച്ച് കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ 1, 2 റൗണ്ട് അടിച്ചു. ഇപ്പോൾ വന്നിട്ട് സമയം ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഞങ്ങളൊരു സർബത്ത് വാങ്ങി കുടിക്കുകയാണ്. ഇതിൻ്റെ പേര് നറുതണ്ടി സർബത്ത് അങ്ങനെ എന്തോ ആണ് പറഞ്ഞിട്ടുള്ളത്. പാലും പിന്നെ ആ ബോട്ടിൽ കാണുന്നില്ലേ, ആ എന്തോ ഒരു രഹസ്യ കൂട്ടും കൂടെ കുഴിച്ചാണ് ഇത് റെഡിയാക്കി തന്നിട്ടുള്ളത്. ഇനി ലൈറ്റായിട്ടൊന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ ഇനി വീട്ടിലോട്ട് വിടുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.